ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ +2 ശേഷം ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാം പഠിക്കാൻ അവസരം. നമുക്കറിയാം, സാധാരണഗതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് കോളേജുകളിലേക്കും അതിൽ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്കെല്ലാം +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം ഉണ്ടാകുന്നത്. അത് +2 എക്സാമിനേഷന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷമാണ് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് തേഞ്ഞിപ്പാലം ക്യാമ്പസിലേക്ക് നടക്കുന്ന അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ടെസ്റ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആയിട്ടുള്ള കുക്കാറ്റ് വഴിയാണ് പ്രവേശനം നടക്കുന്നത്. ഏതൊക്കെ കോഴ്സുകളാണ് അതിൽ വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായിട്ടും വരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് MSc ബോട്ടണിയാണ്. ഇൻ്റഗ്രേറ്റഡ് MSc ബോട്ടണി 15 ഇൻടേക്സ് ആണുള്ളത്. ഹയർ സെക്കൻഡറി പാസ്സായ കുട്ടികൾക്കാണുള്ളത്. എൻട്രൻസ് എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം വരുന്നത്. മറ്റൊന്ന് ഇൻ്റഗ്രേറ്റഡ് MSc സുവോളജിയാണ്. 15 സീറ്റാണുള്ളത്. +2 സയൻസ് പഠിച്ച കുട്ടികൾക്കാണ്. അതുപോലെ തന്നെ ബയോളജി കമ്പൽസറി പഠിച്ച ആളുകളായിരിക്കണം. എൻട്രൻസ് എക്സാമിനേഷന്റെ ബേസിലാണ് പ്രവേശനം വരുന്നത്. ഇനി മറ്റു കോഴ്സുകൾ ഏതാ എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സ് വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ് എന്നാണ് വരുന്നത്. അതിൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക. എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറയുന്ന പോലെ സെക്ഷൻസ് ആണ് ഉണ്ടാവുക. ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ബയോളജി വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും 2 hours സെക്ഷനാണ്, എക്സാമിനേഷനാണ് ഉണ്ടാവുക. പിന്നെ ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രിയിൽ 15 സീറ്റാണുള്ളത്. നേരത്തെ ഫിസിക്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് അതിലും വരുന്നത്. ഇനി ഇൻ്റഗ്രേറ്റഡ് MA കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റഷ്യൻ ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. 30 സീറ്റാണ് അതിന് വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് MA എക്കണോമിക്സ് എന്ന കോഴ്സ് ഉണ്ട്. ജോൺ മത്തായി സെന്ററും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമാണ് ഇത് ഓഫർ ചെയ്യുന്നത്. 15 സീറ്റാണ് വരുന്നത്. എൻട്രൻസ് എക്സാമിനേഷനിലാണ് പ്രവേശനം വരുന്നത്. ഇനി ഇൻ്റഗ്രേറ്റഡ് MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന കോഴ്സ് ഉണ്ട്. അതിനും ഇൻ്റഗ്രേറ്റഡ് MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആണ്. ഇനി +2 ഡിഗ്രിയാണ് വരുന്നത്. അതിന് എക്കണോമിക്സ്, ഇന്ത്യൻ എക്കോണമി, എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള ഏരിയ, മാക്രോ മൈക്രോ എക്കണോമിക്സ് തുടങ്ങിയിട്ടൊക്കെയുള്ള ഏരിയകളൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇനി UG പ്രോഗ്രാം എന്നുള്ള സ്വഭാവത്തിലുള്ള കോഴ്സുകളാണ്. അതൊക്കെ +2 അടിസ്ഥാനത്തിലല്ല. BPES എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ്റ്റ് ഹിൽ കോഴിക്കോട്, സെന്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് തുടങ്ങിയിട്ടുള്ള 2 സെന്ററുകളിലായിട്ടാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് 30 സീറ്റ് കാലിക്കറ്റ് ഈസ്റ്റ് ഹിൽ വരുന്നുണ്ട്, 35 സീറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ BPED സെന്റർ ചക്കിട്ടപ്പാറ, അവിടെയും ഈ പറയുന്ന കോഴ്സ് വരുന്നുണ്ട്. +2 ആണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ മാർക്ക് വരുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. സ്പോർട്സ് അച്ചീവ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോഴ്സുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന അവരുടെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ടീച്ചിങ് സെന്ററുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ +2 ശേഷം ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ BPED, BPS കോഴ്സ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.